അസൂയ വെക്കരുത്, ഒരിക്കലും അസൂയ വെക്കരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കണം? നമുക്ക് നഷ്ടമുണ്ടാകാനുള്ള കാരണം നമ്മുടെ നാവ. ഒരു ഉദാഹരണം ഞാൻ പറയാം. പലരും പറയുന്നു, ഉസ്താദ് നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ കച്ചവടമില്ല. ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു, അള്ളാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതിന്റെ കാരണം എന്താ? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നാശത്തിന്റെ കാരണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിന്റെ കടയിൽ കച്ചവടം ഉണ്ടെങ്കിൽ നീ എന്തിനാ മറ്റുള്ളവരോട് പറയണേ? നിന്റെ കടയിൽ കച്ചവടം ഉണ്ടെങ്കിൽ നീ എന്തിനാ മറ്റുള്ളവനോട് പറയുന്നത്? നീ എന്താ പറയണത്? അളിയ നല്ല കച്ചവടവാ, 25,000 കിട്ടും, ഒരു മാസം 2 ലക്ഷം രൂപ വരുമാനമുണ്ട്, സുഖം അളിയ. അവൻ ചോദിച്ചോ നിന്നോട്? അവൻ നിന്നോട് ചോദിച്ചോ? പറഞ്ഞങ്ങാതി. ചിലര് പറയണെന്ത്, ഇവിടെ 2 ലക്ഷം രൂപ ഉണ്ടടാ ഒരു മാസം ലാഭം. എന്നാ അൽഹംദുലില്ലാ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച അറബികളോട് ചോദിക്കുക, എന്തുണ്ട്? അൽഹംദുലില്ലാ. കച്ചവടം ഉണ്ടോ? അൽഹംദുലില്ലാ. കച്ചവടം ഇല്ലേ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറ, നീ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മറിച്ച് നീ നാവിനെ സൂക്ഷിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിങ്ങൾ ചരിത്രം നോക്ക്. ഇതൊന്നും കള്ളമല്ലല്ലോ, ഹദീസല്ലേ. ഒരു സഹാബി ഉടുപ്പൂരുകയാ. ഒരു സഹാബി ഇട്ടിരുന്ന വസ്ത്രം ഇങ്ങനെ ഊരുമ്പോ പുറകിൽ നിന്ന സഹാബി ബോഡി കണ്ടിട്ട് പറഞ്ഞു, എന്ത് ബോഡിയാവുള്ളാന്ന്. വസ്ത്രം ഊരിയപ്പോ പുറകിൽ നിന്ന സഹാബി പറഞ്ഞു, എന്തൊരു ബോഡിയാ പടച്ചവനെ. ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണോ സഹാബി. നിന്ന നിപ്പിന് താഴെ വീണോ. എടുത്തുകൊണ്ടില്ല ഹദറത്ത് റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയി. മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയി പ്രവാചകൻ ഒതുവെടുത്തിട്ടുള്ള വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് കുടഞ്ഞു. അപ്പോഴാ ബോധം വന്നേ. അപ്പോഴാ പറഞ്ഞത്, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില വീടിന്റെ മുന്നിൽ നല്ല തേങ്ങ ഇങ്ങനെ കൊലച്ചു നിൽക്ക. അപ്പോഴാ ഒരു ഉപ്പാപ്പ ഇങ്ങനെ നടന്നു പോയപ്പോ പറയാ, എന്തുവാ അല്ലാഹ് ഈ നിൽക്കുന്നത്, സുബ്ഹാനല്ലാഹ്. ഒരു 2 മാസം കഴിഞ്ഞ് അതിലേ പോയ അങ്ങനെ ഒരു തെങ്ങ് പോലും നമുക്ക് കാണാൻ പറ്റൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അസൂയ വെക്കാൻ പാടില്ല ആരോടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് എഴുതിയത് നിനക്ക്, അവൻ എഴുതിയത് അവന്, വേറെ ആർക്കും കിട്ടൂല. എന്റെ പേരെഴുതിയത്